ഹാപ്പി ബർത്ത്ഡേ മാത. അപ്പൊ നിങ്ങൾ ഞാനിവിടെ എത്തിയൊന്നും അറിയാൻ വേണ്ടിയുള്ള ഒരു ചെക്കായിരുന്നത്. ഞാൻ വന്ന് കയറിയ ശേഷം താൻ വരാൻ പാടില്ലല്ലോ. ഹാപ്പി ബർത്ത്ഡേ. ഇതിപ്പോ ആരെങ്കിലും പറയണം. അതെ, രൂപിന്റെ അല്ല 4 വർഷമായിട്ട് അപ്പനായിട്ടിരുന്നു. അതെ, നൂബിന്റെ സർപ്രൈസ് ചെറുതായിട്ട്. ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തു പോയി ഡിന്നർ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാം, തട്ടുകടയിൽ പോയിട്ട്. ഹാപ്പി ബർത്ത്ഡേ മാത. താങ്ക് യു. സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ? സർപ്രൈസ് ഭയങ്കര ഞടുങ്ങിപ്പോയി. കേക്ക് ചേച്ചിയും മാത്തിന് അറിയത്തില്ലായിരുന്നു ഗൈസ് കേക്ക് വരുന്നുണ്ടെന്ന്. ഇവിടെ ഫുഡുള്ള കാര്യം മാത്തിന് അറിയത്തില്ലായിരുന്നു. മാത്തിനോട് ഞാൻ പറഞ്ഞത് തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കാന്നൊക്കെ. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ നമുക്ക് തട്ടുകടയിൽ പോയിട്ട് ചെയ്യാന്നാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ക്യാൻഡിൽ ലൈറ്റ് ഒക്കെ കൊണ്ടുപോയി തട്ടുകടയിൽ പോയിട്ട് കയ്യിൽ ഇതും ഇവിടുള്ള പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വാരി കഴിക്കാന്നൊക്കെ ഓർത്തിരിക്കുവായിരുന്നു. പക്ഷെ എല്ലാം ഇവള് നശിപ്പിച്ചു. ഇല്ല, ഭയങ്കര സന്തോഷമായി. ഞാൻ കേക്കേനെ ഫോൺ വിളിച്ചിട്ടൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് വീണ്ടും ഫ്രണ്ട് വന്നേക്കുക. എന്നിട്ട് നിനക്ക് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു? റിയാക്ഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു എന്ന് കേക്ക് പറഞ്ഞായിരുന്നു ചേച്ചി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാ. ഓക്കെ, ബാക്കി നമുക്ക് പിന്നെ കാണാം. ഞാൻ വിളിച്ച ഫോണിൽ ഞാനോർത്ത് ഇവനെ റൂമിന് വല്ലതായിരിക്കും. എനിക്ക് ലീവ് കിട്ടിയില്ലടാ. അവിടെ ഞാൻ രാവിലത്തെ ബസ്സിന് അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ ബൈക്കിലാണ് വന്നത്. വിഷു വരാൻ വേണ്ടി വെയിറ്റ് നിൽക്കുകയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞാവേ. അച്ഛൻ എടുക്കുവാ? കേക്ക് കട്ട് ചെയ്യാൻ പോവാണോ? നേരത്തെ മമ്മീനെയും പപ്പായനെയോ ചേട്ടായിനെയോ ഒക്കെ പറ്റിച്ചതുപോലെ ഈ പ്രാവശ്യം പറ്റിച്ചേക്കരുത് കേട്ടോ. കുഞ്ഞാച്ചി വരുമ്പോഴത്തേക്ക് നീ കേക്കെല്ലാം കട്ട് ചെയ്ത് തന്നെ കഴിച്ചേക്കരുത്. നിങ്ങൾക്കറിയാവോ, നേരത്തെ ഇവനെ ഒരു പ്രാവശ്യം ഞങ്ങളൊരു എത്ര വയസ്സുണ്ട് ചേട്ടായി? 6 വയസ്സ് 5-6 വയസ്സ് കാണുള്ളൂ. അന്നേരം ഞങ്ങൾ 5-6 വയസ്സുണ്ടല്ലേ. ഇവനെ ഞങ്ങൾ കുളിപ്പിച്ച് ഡൈനിങ് ടേബിളിലൊക്കെ ഇരുത്തി കേക്കൊക്കെ എടുത്ത് വെച്ച് കത്തിയൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്ത് 5-8 വീട്ടുകാരുണ്ട്. അവരെല്ലാവരെയും വിളിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ഇവൻ തന്നെ കേക്ക് കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഇനി വേറെ കേക്കില്ലാതെ ഇരിക്കുക. വന്നപ്പോഴത്തേക്കും കേക്ക് കട്ട് ചെയ്തു. ഞാൻ നീ എന്നാ പണിയാ വാവേ കാണിച്ചു വെച്ചേക്കുന്നേ, നീ എന്താ ഇവരൊക്കെ വരുന്നതിന് മുമ്പേ കേക്ക് കട്ട് ചെയ്തേന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയാ, എന്റെ പിറന്നാളിന് ഞാനല്ലേ കട്ട് ചെയ്യണ്ടേ, ഞാനല്ലേ കഴിക്കേണ്ടത് എന്നും പറഞ്ഞ് അവൻ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാലും കൊച്ചി പ്രാവശ്യം നോക്കിക്കോണം കേട്ടോ. ആരെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ട്, അവര് വരുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞാവ ആയതുകൊണ്ട് പറയല്ല, അവൻ തന്നെ ഒരു കേക്കും കൂടെ കൂടുതൽ മേടിച്ചു വെച്ചോ. എല്ലാവർക്കും കൂടെ കട്ട് ചെയ്യണമെങ്കിൽ ഒരു കേക്കും കൂടെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഒരിക്കൽ കൂടി പപ്പായുടെയും മമ്മിയുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അപ്പൊ നമ്മുടെ നോബിന്റെ പിറന്നാളാണ്, ഞങ്ങളുടെ കണ്ണാപ്പി. ശരിക്കും ഞാനും നോബിനും തമ്മിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ട്, ഭയങ്കര കണക്റ്റഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം എനിക്ക് ശരിക്കും ഒരു ബ്രദർ, ആ ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രദറാണ്. കാരണം ഞാൻ ലൈഫിൽ കുറെ കൺഫ്യൂസ്ഡ് ആയ സിറ്റുവേഷൻസിൽ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. കൂടെ എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ ലൈഫിൽ ഏത് മൊമെന്റിലായാലും ഞങ്ങളെ കൂടെ ഉണ്ടാവും എന്നുള്ള തോന്നിച്ച ഒരാളാണ്. അപ്പം എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡാണ് അവനായിട്ട്. അപ്പം മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്കൊരു ബർത്ത്ഡേ വിഷ് ഇങ്ങനെ തരാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ വിളിച്ചു പറഞ്ഞപ്പം ഭയങ്കര ഒത്തിരി സന്തോഷമായി എന്റെ അടുത്ത് ഒരു വിഷ് എടുത്തപ്പം. ബട്ട് ഇതൊരു ഫോർമലായിട്ടല്ല ഞാൻ കരുതുന്നത്. കാരണം
ഇതുപോലൊരു വിഷ് തന്നില്ലെങ്കിലും എന്റെ സിൻസിയറസ്റ്റ് വിഷസ് വിൽ ബി ദയർ വിത്ത് യു ഓൾവേസ്. നൂബിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ നാളുകൾക്ക് ശേഷം ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു കാറ്റഗറി എനിക്ക് കിട്ടിയിരിക്കുന്നത് നൂബിയാണ്. ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നിക്കുന്നത് ഐ തിങ്ക് നൂബിനോട് കൂടിയായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും സംസാരിക്കുന്നതും. പിന്നെ എന്നെ പലപ്പോഴും കളിയാക്കാറുണ്ട് നിങ്ങൾ തമ്മിൽ എന്താ കഴിച്ചിട്ട്. ദാറ്റ് ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ നൂബിൻ ആൻഡ് മീ. എനിക്ക് നൂബിൻ എന്ന് പറഞ്ഞാൽ പ്രോബ്ലി a person with utmost innocence, നമ്മൾ പറയില്ലേ നിഷ്കളങ്കമായ പാവം, and one of the purest person what I've met. And ഞങ്ങളുടെ തമ്മിലുള്ള ഏറ്റവും ഒരു കോമൺ ഫാക്ടറാണ് രണ്ടുപേർക്കും ചായ കുടിക്കാനായിട്ട്. എനി ടൈം ഓഫ് ദ ഡേ ഇപ്പോൾ ചായ കുടിക്കാന്ന് പറഞ്ഞാൽ നൂബിനാണെങ്കിൽ ശരി, ഞാനാണെങ്കിൽ ശരി, ഓക്കെയാണ്. പിന്നെ പല കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാണ്. എവിടെയെങ്കിലും പോകണമെന്നോ പറയുന്നോ ഫുഡ് കഴിക്കുന്നതോ എന്തൊരു പ്ലാനിങ് ആണെങ്കിലും നൂബിൻ പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ്, ഞാൻ പറഞ്ഞാൽ നൂബി ഓക്കെയാണ്. അതുപോലെ എനിക്ക് ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല. സോ വെരി വെരി ഹാപ്പി ടു ബി യുവർ ഫ്രണ്ട്. താങ്ക് യു നൂബിൻ. വീഡിയോ അധികം വലുതാക്കുന്നില്ല. ഹാവ് എ വണ്ടർഫുൾ ബർത്ത്ഡേ. ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. ഹലോ, ഹായ്, നമസ്കാരം. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ് നൂബിന്റെ. നൂബിനെ കുറിച്ച് പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട് ഐ ഹാവ് എവർ ഗോട്ട്. അതായത് ഞാൻ അവനെ കണ്ട കാലം തൊട്ട്, ഞാൻ കാണുമ്പോൾ അവൻ ഓൾറെഡി വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു ആർട്ടിസ്റ്റാണ്. ഞാൻ അവനെ കാണുന്ന കാലം തൊട്ട് ഇന്ന് വരെ യാതൊരു മാറ്റവും ഇല്ലാത്ത വളരെ നിഷ്കളങ്കനായ, നമുക്ക് എന്തു വേണമെങ്കിൽ പറയാം, നമ്മൾ എന്തു പറഞ്ഞാലും അതിനെ വേറൊരു സെൻസിൽ എടുക്കാത്ത, എന്താ പറയാ, ഒരു വളരെ നല്ല ഫ്രണ്ട്. നമുക്ക് എന്താവശ്യത്തിനും എപ്പോൾ വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാവുന്ന ഒരു ഫ്രണ്ട്. അതുപോലെ ഇപ്പൊ നമ്മൾ പല ഫ്രണ്ട്സ് നമ്മൾ ആമ്പിളേ തമ്മിലാണെങ്കിലും ചുമ്മാ ഒന്നും ഫോൺ ചെയ്യാറൊന്നുമില്ല അല്ലേ. പക്ഷെ നൂബിന് നമ്മൾ വെറുതെ വിളിച്ച് സംസാരിക്കും. അങ്ങനെയൊക്കെ ഒരു എന്താ പറയാ, എനിക്ക് കിട്ടിയതിൽ വെച്ച് വളരെ നല്ല കൂട്ടുകാരിൽ ഒരാളാണ് നൂബിൻ. അത്രയൊക്കെ മതി അല്ലേ, ബർത്ത്ഡേ അല്ലേ, എത്രയൊക്കെ തള്ളിയാൽ മതി. അപ്പൊ നൂബിൻ ജോണി, ഐ വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേടാ നൂബി. ഒരു കൂട്ടുകാരന്റെ എല്ലാ ക്വാളിറ്റി ഉള്ള ഒരാളാണ് നീ. എനിക്ക് അങ്ങനെ നിന്നെ കുറിച്ച് പറയാൻ വയ്യ, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് നിന്നെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നാലും എന്തൊരു കാര്യത്തിനും ഇടം വലം ചിന്തിക്കാതെ കൂട്ടുകാരന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ ക്വാളിറ്റി അതെല്ലാവർക്കും കിട്ടില്ല. ഇനിയും ഒരുപാട് വർഷങ്ങൾ നല്ല ആരോഗ്യത്തോടുകൂടി സന്തോഷത്തോടെ നീക്കണം. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാവിധ ആശംസകളും ദൈവത്തിൻ്റെ അനുഗ്രഹവും. ഹാപ്പി ബർത്ത്ഡേ. പിറന്നാളിനെ പറ്റി പറയുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങൾ പാലക്കാട് പഠിച്ചുകൊണ്ടിരിക്കുമ്പം അന്ന് ഞങ്ങൾക്ക് ഇവന്റെ ബർത്ത്ഡേ ഒന്നും അറിയത്തില്ല, മറന്നുപോയി. ഞങ്ങൾ സിനിമയെല്ലാം കാണാൻ പോയി. അപ്പോഴൊന്നും അളിയൻ മിണ്ടുന്നില്ല, കാരണം ഞങ്ങൾ പുറത്താണെങ്കിൽ ചെലവ് ചെയ്യണമല്ലോ, പിറന്നാളല്ലേ. അപ്പൊ പുള്ളി മിണ്ടാണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വരും. ഞങ്ങൾ മറന്നുപോയി കേട്ടോ. ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനാണെങ്കിൽ വീട്ടിൽ തന്നെ ഹോസ്റ്റലിലാണ് പുറത്ത് താമസിക്കുന്നത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഇങ്ങനെ എല്ലാവരും സംസാരിച്ച കൂട്ടത്തിൽ പിറന്നാളാന്ന് ഞങ്ങൾ അറിയണേ. അപ്പം അന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് കേക്കോ സംഭവങ്ങളോ ഒന്നും കരുതിയിട്ടില്ല. ആ കൂടി ഉണ്ടായിരുന്നു വെച്ചാൽ ടൗണിൽ പോയപ്പോൾ കുറച്ച് ബീഫ് മേടിച്ചായിരുന്നു, കപ്പയും മേടിച്ചായിരുന്നു. അങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറന്നാളാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് പിന്നെ ഞങ്ങളൊരു 10 മണിയായപ്പോൾ അറിഞ്ഞു സംഗതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അവർ രാവിലോട്ട് മിണ്ടാണ്ടിരിക്കാൻ അറിയാം, ഒന്നും മിണ്ടിയിട്ടില്ല. എന്നിട്ട് ഞങ്ങളങ്ങനെ വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും ഈ കപ്പ ബിരിയാണി ഒരു കേക്കിന്റെ ഷേപ്പിലൊക്കെ ആക്കി, ഇങ്ങനെ പാത്രത്തിനകത്ത് ഒരു കേക്ക് പോലൊക്കെ ആക്കിയിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് വെച്ച് പുള്ളിനെ വിളിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന പോലെ കപ്പ കട്ട് ചെയ്ത്, ഇറച്ചിയും കപ്പേനെ കട്ട് ചെയ്തിട്ട് വായിലെല്ലാവരും വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു പിറന്നാള് അവനിനി ആഘോഷിച്ചിട്ടുണ്ടോന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ അതില് ഭയങ്കര ഞങ്ങളെല്ലാം ആ ഒരു വൈബ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കോളേജ് ടൈമിൽ. അപ്പം ഇപ്പം ഞാൻ ഈ സമയത്ത് അത് ഓർക്കുവാണ്. എന്തായാലും ഒരു അടിപൊളി ജന്മദിനമാവട്ടെ. ഹാപ്പി ബർത്ത്ഡേ ചെയ്യും. അല്ല
താഴെ പോയ ഫസ്റ്റ് കേക്ക്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹലോ അതെല്ലാം കൊടുക്കും. പിടി പിടി. ഇനി എല്ലാവരും എടുത്തു. ഞാൻ ചോദിച്ചാവും. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. തേങ്ങാക്കൊത്ത് ഒരു ഗെയിമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതാ.